പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ CSEB ജൂനിയർ ക്ലർക്കിന്റെ വിശദമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ, അതുമായി ബന്ധപ്പെട്ട ഏത് യോഗ്യതയുള്ള ആളുകൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക, എവിടെയൊക്കെയാണ് വേക്കൻസികൾ ഉള്ളത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ CSEB ജൂനിയർ ക്ലർക്ക് നോട്ടിഫിക്കേഷൻ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. ഇതിന്റെ ലഘു വിജ്ഞാപനം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു CSEB. വിശദമായിട്ടുള്ള വിജ്ഞാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപേ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഐപ്ലസ് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഒരുക്കുന്നുണ്ട്. അതും വളരെ ചെറിയ ഫീസിൽ ഐപ്ലസിന്റെ കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ലിങ്ക് ഉണ്ട്. അവിടെ കയറി നിങ്ങൾക്ക് ട്രയൽ ക്ലാസ്സുകൾ കാണാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറുകളിൽ വിളിച്ച് ചോദിക്കുകയും ചെയ്യാം. ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള രീതിയിൽ PYQ ഡിസ്കഷൻസ് ഉൾപ്പെടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അതോടൊപ്പം തന്നെ ചേർത്ത് പറയട്ടെ, ഇതിപ്പോൾ വിശദമായ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റികൾ നയിക്കുന്ന ഫ്രീ വെബിനാർ നെക്സ്റ്റ് വീക്ക് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രീ വെബിനാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഇതോടൊപ്പം ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യുക. അത് ഫില്ല് ചെയ്യുന്നവർക്ക് നമ്മൾ ഈ വെബിനാറിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. കൃത്യമായിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എങ്ങനെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണം, അതുൾപ്പെടെയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് അധ്യാപകരോട് ചോദിക്കാനും ആ വെബിനാറിൽ അവസരം കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. CSEB സഹകരണ സർവീസ് പരീക്ഷാ ബോർഡാണ് നോട്ടിഫിക്കേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം CSEB ആണ് ഈ പരീക്ഷ നടത്തുന്നത്. CSEB എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. കാറ്റഗറി നമ്പർ 13/2024 എന്നുള്ളതാണ്. ക്ലർക്കിന്റെ, അതായത് ജൂനിയർ ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ ആണ് ഞാൻ ഈ പറയുന്നത്. ഇതോടൊപ്പം തന്നെ സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയ മറ്റു പല നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ജൂനിയർ ക്ലർക്ക് പരീക്ഷയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ. അത് എൻട്രി ലെവലാണ്, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ തന്നെയാണ്. കൂടുതൽ വേക്കൻസികളുള്ള, നമ്മുടെ അടുത്തൊക്കെയുള്ള സഹകരണ ബാങ്കുകളിലൊക്കെ വരുന്ന വേക്കൻസികളുള്ള ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വേക്കൻസിയാണ് ജൂനിയർ ക്ലർക്ക് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് January 10 ആണ്. അപ്പോൾ അതുവരെ ഒന്ന് നോക്കി നിൽക്കരുത്. സൈറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. ആ സമയത്തേക്ക് വെബ്സൈറ്റിൽ ഹാങ് ഒക്കെ ഉണ്ടായാൽ നമുക്ക് പറയാൻ പറ്റില്ല. നേരത്തെ തന്നെ നിശ്ചിതമായ യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് രേഖകളൊക്കെ എടുത്തു വെച്ച് അപ്ലൈ ചെയ്യാനായിട്ട് ഇരിക്കുക. ഓക്കെ, ഇനി എങ്ങനെയാണ് റിക്രൂട്ട്മെന്റ്, ഈ പരീക്ഷ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്, എവിടത്തേക്കാണ്? സഹകരണ ബാങ്കുകളിൽ നിയമനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, ജൂനിയർ ക്ലർക്കായിട്ട് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ആ പ്രവേശനം നടക്കുക? OMR എക്സാം, 80 മാർക്കിന്റെ ഒരു പരീക്ഷയുണ്ട്. 80 മാർക്കിന്റെ ഒരു പരീക്ഷയുണ്ട്. അപ്പൊ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ കോഴ്സും ഒക്കെ ഉള്ളത്. ഓക്കെ, ആ പരീക്ഷ ക്രാക്ക് ചെയ്യുന്നവർക്ക് ഇന്റർവ്യൂവും ഉണ്ട്. ആ ഇന്റർവ്യൂ ആരാ നടത്തുന്നത്? അതത് സഹകരണ ബാങ്കുകളാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ അടുത്തുള്ള ഒരു ബാങ്കിൽ, ഇപ്പൊ എറണാകുളം ജില്ലയിലെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ അല്ലെ ഏതെങ്കിലും ഒരു ബാങ്കിൽ വേക്കൻസി ഉണ്ട്. അപ്പൊ വേക്കൻസികൾ ഇതിൽ പറയുന്നുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ, വിശദമായിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങളെടുത്ത് വായിച്ചു നോക്കണം. അപ്പോൾ ഓരോ ബാങ്കിലുള്ള വേക്കൻസികളുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഓരോ ബാങ്കിലേക്കാണ്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തിരിക്കുന്ന ബാങ്കിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ കേരളത്തിലെ ഏത് ബാങ്കിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എത്ര ബാങ്കുകളിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പരീക്ഷ കട്ട് ഓഫ് കടന്നു കഴിഞ്ഞാൽ അതത് ബാങ്കുകളിലേക്കാണ് ലിസ്റ്റ് വരിക. അപ്പോൾ ഓരോ ബാങ്കിലും നിങ്ങൾ പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ബാങ്ക് ഏതാണോ അവിടെ പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. 15 മാർക്കാണ് ഇന്റർവ്യൂവിന്. അറ്റൻഡ് ചെയ്താൽ തന്നെ 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ബാക്കി 12 മാർക്ക് ഇന്റർവ്യൂ പെർഫോമൻസ് അനുസരിച്ചാണ്. ടോട്ടൽ ഈ 80+15 അങ്ങനെ ടോട്ടൽ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് ലിസ്റ്റ് ഇടും. അതത് ബാങ്കുകൾ ഒരു റാങ്ക് ലിസ്റ്റ് ഇടും. ആ റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് നിയമനം കിട്ടുക. ഓക്കെ, അത് ക്ലാരിഫൈ ആയെന്ന് കരുതുകയാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് 264. ഇത് ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. ഈ കേരളത്തിലെ എല്ലാ സഹകരണ ബാങ്കുകളിലെ ഈ നോട്ടിഫിക്കേഷനിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള എല്ലാ സഹകരണ ബാങ്കുകളിലൂടെ ചേർത്തിട്ടുള്ള ജൂനിയർ ക്ലർക്കുമാരുടെ വേക്കൻസിയാണ് 264. അതിൽ ജനറലും റിസർവേഷൻ എല്ലാം ഉൾപ്പെടെയാണ് 264. ഓക്കെ, അപ്പൊ ഏജ് ലിമിറ്റ്, എത്ര വയസ്സ് വരെയുള്ളവർക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം? 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 18 മുതൽ 40 വയസ്സ് വരെ എന്നുള്ളതാണ് ഇതിന്റെ ഏജ് ലിമിറ്റ്. ഇത് ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് ആണ്. SC ST ആണെങ്കിലും അതുപോലെ തന്നെ OBC ആണെങ്കിലും EWS ആണെങ്കിലും നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കിട്ടുന്നുണ്ടാവും. അത് വിശദമായിട്ട് ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കുക. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എത്ര വർഷം വയസ്സുള്ളത് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത്.
ഇനി ഈ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ എവിടെയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? kerala.cseb.kerala.gov.in. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ വെബ്സൈറ്റിൽ നിന്നാണ് എന്ത് കിട്ടുക? ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുക. ഈ വെബ്സൈറ്റ് എടുക്കുമ്പോൾ അതിന്റെ തുടക്കത്തിൽ തന്നെ അതിന്റെ താഴേക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ്ഡ് ഓൺ 25/11/2024 എന്ന്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. അവിടെയാണ് ഈ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അപ്ലൈ ചെയ്യേണ്ടത് ഈ വെബ്സൈറ്റിലല്ല. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ്. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ആണ് cseb.kerala.gov.in. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട, അതായത് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് cseb.kerala.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ചെന്നിട്ടാണ്. പണ്ടൊക്കെ ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്ത് ഫില്ല് ചെയ്ത് അയച്ചു കൊടുക്കുകയായിരുന്നു പതിവ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, കൃത്യമായിട്ട് ഓൺലൈനിൽ കൂടെ തന്നെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാതെ പ്രിന്റ് ഔട്ട് എടുത്ത് അയക്കുകയോ മറ്റൊന്നും ചെയ്യേണ്ട ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. PSCയുടെ രീതിയിലാക്കിയിട്ടുണ്ട്. അതായത് ഒരു വൺ ടൈം രജിസ്ട്രേഷൻ നമ്മൾ ചെയ്തിരിക്കണം. ഓൾറെഡി നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, മുൻപേ ചെയ്ത് വെച്ചിട്ടുള്ളതാണെങ്കിൽ ഇനി നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് അകത്ത് കയറുക, എന്നിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇതുവരെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ അതും ഈ വെബ്സൈറ്റിൽ ചെന്നിട്ടാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. cseb.kerala.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ചെന്നിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നമ്മൾ PSC ഒക്കെ ചെയ്തതുപോലെ അകത്ത് കയറിയിട്ട് അവിടെ നിങ്ങൾക്ക് ഏതൊക്കെ ബാങ്കിലേക്കാണോ അപ്ലൈ ചെയ്യേണ്ടത് അതനുസരിച്ച് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ വെബ്സൈറ്റിന്റെ ഏകദേശം ഒരു ഘടന ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞ cseb.kerala.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഇങ്ങനെ ഇരിക്കും. ഓൾറെഡി അപ്ലൈ ചെയ്തവരാണെങ്കിൽ ഇവിടെ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ യൂസർ നെയിമും, അതായത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, രജിസ്റ്റർ ചെയ്തപ്പോൾ ഇമെയിൽ ഐഡിയും നിങ്ങളൊരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ആ പാസ്വേഡ് ഇവിടെ കൊടുക്കുക. പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് അടിച്ച് നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അല്ല, നിങ്ങൾ ഇതുവരെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് നിശ്ചിത യോഗ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ നമ്മൾ ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ വീഡിയോ ട്യൂട്ടോറിയൽ ഉണ്ട്, അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ ഹൗ ടു അപ്ലൈ എന്നുള്ളത് സംബന്ധിച്ച് വീഡിയോ ട്യൂട്ടോറിയൽ ഉണ്ട്, അതൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി കാണുന്നത് കരുതുകയാണ്. ഈ വെബ്സൈറ്റിൽ കൂടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇനിയാണ് ഇതിന്റെ എലിജിബിലിറ്റി അല്ലെങ്കിൽ യോഗ്യത. ഏത് യോഗ്യതയുള്ള ആളുകൾക്കാണ് ജൂനിയർ ക്ലർക്ക് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായ യോഗ്യത എന്താണെന്ന് വെച്ചാൽ SSLC പ്ലസ് JDC ഉള്ള ആളുകൾക്ക് ഇതിന് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. SSLC പ്ലസ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ യോഗ്യതയുള്ള ആളുകൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. കാസർഗോഡ് ജില്ലയിലുള്ളവർക്ക് അതിന്റെ GDC എന്നിട്ടുള്ള ഒരു യോഗ്യത ആയാലും മതി എന്ന് ആ വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിജ്ഞാപനം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അല്ലെങ്കിൽ BCom കോർപ്പറേഷനുള്ള വ്യക്തികൾക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഏത് ഡിഗ്രി ആയാലും മതി, അതിനൊപ്പം HDC അല്ലെങ്കിൽ HDC BM തുടങ്ങിയ യോഗ്യതയുള്ള ആളുകൾക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. എനി ഡിഗ്രി പ്ലസ് HDC അല്ലെങ്കിൽ HDC BM യോഗ്യതയുള്ള ആളുകൾക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കണം. അതുമല്ലെങ്കിൽ കാർഷിക സർവകലാശാല നൽകുന്ന, അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി നൽകുന്ന BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് എന്നൊരു ബിരുദമുണ്ട്, അത് ഉള്ള ആളുകൾക്കും ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് റിക്വയർഡ് ക്വാളിഫിക്കേഷൻസ്. ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വേണം. ഇപ്പൊ ഏതെങ്കിലും നിങ്ങളൊരു ഡിഗ്രി കഴിഞ്ഞു, നിങ്ങൾ HDCക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. HDC കഴിഞ്ഞ് ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥി, ഇപ്പോൾ BCom കോർപ്പറേഷൻ തേർഡ് ഇയർ ആണ്, ഞാൻ ഫൈനൽ ഇയർ ആണ്, എനിക്കിപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞ് നിങ്ങൾ ജയിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടണം, എങ്കിൽ മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി വേക്കൻസീസ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ 111 ബാങ്കുകളിലേക്കുള്ള ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഓരോ ജില്ല തിരിച്ച് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി കാസർഗോഡ് വരെയുള്ള ഒഴിവുകൾ ഇതിലിങ്ങനെ പട്ടികയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിൽ ചെന്നിട്ട് വിജ്ഞാപനം കൃത്യമായിട്ട് എടുത്ത് വായിച്ചു നോക്കുക. ഈ വേക്കൻസികൾ അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏത് ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഈ വേക്കൻസി നോക്കിയിട്ടാണ് നിങ്ങൾ തീരുമാനിക്കുക. കാരണം ദൂരെ ഏതെങ്കിലും ജില്ലയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോയേ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ബാങ്കുകളിലേക്ക് മാത്രം അപ്ലിക്കേഷൻസ് കൊടുക്കുക. അല്ലാതെ അപ്ലൈ ചെയ്ത് നിങ്ങൾ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന ശേഷം ബാങ്കുകാർക്കും അത് ബുദ്ധിമുട്ടാണ്. അതായത് ബാങ്കുകൾക്കും സ്റ്റാഫ് ഇല്ലാതെ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾക്ക് പോകാൻ ഉറപ്പുണ്ട് എന്നുള്ള ബാങ്കുകളിലേക്ക് അപ്ലൈ ചെയ്യുക. ഈ പറഞ്ഞ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഓരോ ജില്ലയിലും കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്തെ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് സഹകരണ സംഘം ഒരു വേക്കൻസി ഉണ്ട്, അത് ഭിന്നശേഷി വിഭാഗത്തിനാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. ഒറ്റൂർ സർവീസ് സഹകരണ ബാങ്ക്, അവിടെ 4 വേക്കൻസി ഉണ്ട്, അതും തിരുവനന്തപുരം അർബൻ ബാങ്ക്, അതുപോലെ വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് ബാങ്ക്, അങ്ങനെ പല സഹകരണ സംഘങ്ങളുണ്ടല്ലോ, അവിടുത്തെ എല്ലാം
ഇപ്പോൾ തിരുവനന്തപുരം, പിന്നെ അത് കഴിഞ്ഞിട്ട് കൊല്ലം, കൊല്ലം ജില്ലയിലെ പൂയപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക്, അവിടെ 2 വേക്കൻസി ഉണ്ട്. ഒന്ന് ഭിന്നശേഷി വിഭാഗത്തിന്, ഒന്ന് ജനറലിലാണ്. ഓരോ ബാങ്കുകളിലും സാലറി സ്കെയിലിൽ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ പട്ടാഴി, ശാസ്താംകോട്ട, തേവലക്കര, പെരിനാട്, പടിഞ്ഞാറേ കൊല്ലം, കരിന്തോട്ടു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ബാങ്കുകൾ കൊല്ലം ജില്ലയിൽ, പിന്നെ പത്തനംതിട്ട ജില്ല മല്ലപ്പള്ളി, തണ്ണിത്തോട്, മുണ്ടിയപ്പള്ളി, തകഴി, അങ്ങനെ കുറേ സർവീസ് സഹകരണ ബാങ്കുകളുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വരുമ്പോൾ ഇടുക്കി, എറണാകുളം, അതിനുശേഷം എറണാകുളം ജില്ലയിൽ കുറേ വേക്കൻസികൾ കാണുന്നുണ്ട്. കൃത്യമായിട്ട് നിങ്ങളിത് വായിച്ചു നോക്കിയ ശേഷം മാത്രം, ഒഴിവുകളൊക്കെ നോക്കിയ ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ദെൻ മൂവാറ്റുപുഴയും, അതൊക്കെ എറണാകുളം ജില്ലയിൽ ഒരുപാട് വേക്കൻസികൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ദെൻ തൃശ്ശൂരും കുറേ വേക്കൻസികളുണ്ട്. പാലക്കാട് ജില്ലയിലുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നീട് മലപ്പുറം ജില്ലയിലെ വേക്കൻസികളെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ അതിനുശേഷം മലപ്പുറത്തും കുറേ വേക്കൻസികളുണ്ട് കേട്ടോ. മലപ്പുറത്ത് കുറേ വേക്കൻസികൾ കാണാം. കോഴിക്കോട് ജില്ലയിലെ വേക്കൻസികളുണ്ട്. ദെൻ കോഴിക്കോട് ജില്ലയുണ്ട്. വയനാട് ജില്ലയിലെ വേക്കൻസി ഉണ്ട്. കണ്ണൂർ ജില്ലയിലെ വേക്കൻസി കാണാം. കണ്ണൂർ ജില്ലയിൽ കുറേ വേക്കൻസികളുണ്ട്. അതുകൂടാതെ കാസർഗോഡ് ജില്ലയിലെ 3 ബാങ്കുകളിലെ വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വേക്കൻസികളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏതൊക്കെ ബാങ്കുകളിലേക്കാണ് നിങ്ങൾക്ക് ഒന്നിലധികം ബാങ്കുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും, ഏതൊക്കെ ബാങ്കുകളിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ഇരിക്കുക. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, ആ വെബ്സൈറ്റിൽ ചെന്ന് വിശദമായിട്ടുള്ള വിജ്ഞാപനം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിക്കണം, എന്നിട്ടേ അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങാവൂ. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഒന്നിലധികം ബാങ്കുകളിലേക്ക് ഓരോ ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആദ്യ ബാങ്കിൽ 150 രൂപയാണ് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത്. പിന്നീട് അഡീഷണൽ ആയിട്ട് നമ്മൾ ചേർക്കുന്ന ബാങ്കുകൾക്ക് 50 രൂപ വീതം അടച്ചടച്ച് പോകണം. അപ്പോൾ 3 ബാങ്കുകളിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ എത്ര രൂപയാവും? 150 + 50 + 50 അല്ലെ, 250 രൂപയാവും അല്ലേ. അപ്പോൾ എത്ര ബാങ്കുകളിലേക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്, 50 രൂപ വെച്ച് അഡീഷണൽ ബാങ്കിന് അടച്ചുകൊണ്ടിരിക്കണം. ദെൻ പോസ്റ്റ് വഴി, തപാൽ വഴി അയക്കരുത്. പണ്ടൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഓൾറെഡി പണ്ട് തൊട്ടേ ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർക്ക് ഒരു ശീലമാണ്. ചിലപ്പോൾ അത് തപാൽ വഴി അയക്കും, പ്രിന്റ് ഔട്ട് എടുത്തിട്ട്. അങ്ങനെ ചെയ്യരുത്, തപാൽ വഴി അയക്കേണ്ട കാര്യമില്ല. പക്ഷേ അവസാനം ആപ്ലിക്കേഷൻ കൊടുത്ത ശേഷം, എല്ലാം കഴിഞ്ഞ ശേഷം മൈ ആപ്ലിക്കേഷൻ എന്നൊരു ടാബ് ഉണ്ടാവും. അവിടെ ചെന്നിട്ട് ആപ്ലിക്കേഷൻ പ്രിന്റ് എടുത്ത് സൂക്ഷിച്ചു വെക്കണം കേട്ടോ. ഒന്ന് സൂക്ഷിച്ചു വെക്കുക. പിന്നീട് ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആവശ്യമായിട്ട് വരും. ദെൻ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ റിക്വയർഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾ എന്തായാലും നേടിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. വിശദമായ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് I+E പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഒരുക്കുന്നുണ്ട്. മുൻകാലങ്ങൾ ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ I+ലൂടെ ജോലിയിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കും അതിന് സാധിക്കും. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് വീഡിയോയുടെ ഒപ്പമുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വെബിനാറിൽ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ലിങ്കുകളിലും നിങ്ങൾക്ക് കയറി ട്രയൽ ക്ലാസ്സുകൾ കാണാം, എങ്ങനെ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള PYQ ഡിസ്കഷൻസും ടെസ്റ്റുകളും ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എന്താണെങ്കിലും അപ്ലൈ ചെയ്യുക. ആദ്യം ആപ്ലിക്കേഷൻ കൊടുക്കുക, അതിനുശേഷം കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക, നല്ലൊരു ജോലിയിലേക്ക് നടന്നെടുക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.